സംഖ്യാപുസ്തകം 7-ാം അധ്യായം. മോശ തിരുനിവാസം നിവർത്തിച്ചു കഴിഞ്ഞിട്ടും അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുകയും യാഗപീഠത്തെയും അതിലെ സകല പാത്രങ്ങളെയും അഭിഷേകം കഴിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്ത ദിവസം തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രധാനികളും ഗോത്രപ്രഭുക്കന്മാരും എണ്ണപ്പെട്ടവരുടെ മേൽവിചാരകന്മാരുമായ ഇസ്രായേൽ പ്രഭുക്കന്മാർ വഴിപാട് കഴിച്ചു. അവർ വഴിപാടായിട്ട് ഈ 2 പ്രഭുക്കന്മാർ ഓരോ വണ്ടിയും ഓരോരുത്തൻ ഓരോ കാളയും ഇങ്ങനെ കൂടുള്ള 6 വണ്ടിയും 12 കാളയും യഹോവയുടെ സന്നിധിയിൽ തിരുനിവാസത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, അവരുടെ പക്കൽ നിന്ന് അവയെ വാങ്ങുക, അവ സമാഗമന കൂടാരത്തിൻ്റെ ഉപയോഗത്തിന് ഇരിക്കട്ടെ. അവയെ ലേവ്യരിൽ ഓരോരുത്തന് അവനവൻ്റെ വേലയ്ക്ക് തക്കവണ്ണം കൊടുക്കണം എന്ന് കൽപ്പിച്ചു. മോശ വണ്ടികളെയും കാളകളെയും വാങ്ങി ലേവ്യർക്ക് കൊടുത്തു. 2 വണ്ടിയും 4 കാളയെയും അവൻ ഗേർശോന്യർക്ക് അവരുടെ വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. 4 വണ്ടിയും 8 കാളയെയും അവൻ മെരാര്യർക്ക് പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഈഥാമാരിന്റെ കൈകീഴ് അവർക്കുള്ള വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. കെഹാത്യർക്ക് അവരൊന്നും കൊടുത്തില്ല. അവരുടെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതും ആയിരുന്നു. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രഭുക്കന്മാർ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് കൊണ്ടുവന്നു. യാഗപീഠത്തിന് മുമ്പാകെ പ്രഭുക്കന്മാർ തങ്ങളുടെ വഴിപാട് കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, യാഗപീഠത്തിന് പ്രതിഷ്ഠയ്ക്കായി ഓരോ പ്രഭു ഓരോ ദിവസം താന്താൻ്റെ വഴിപാട് കൊണ്ടുവരണം എന്ന് കൽപ്പിച്ചു. 1-ാം ദിവസം വഴിപാട് കഴിച്ചവൻ യഹൂദാ ഗോത്രത്തിൽ അമ്മീനാദാബിൻ്റെ മകനായ നഹശോൻ. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. അവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരാൺകുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 ചെമ്മരിയാട്ടിൻകുട്ടി. ഇത് അമ്മീനാദാബിൻ്റെ മകനായ നഹശോന്റെ വഴിപാട്. 2-ാം ദിവസം ഇസാഖാരിന്റെ മക്കളുടെ പ്രഭുവായ സൂവാറിന്റെ മകൻ നെഥനയേൽ വഴിപാട് കഴിച്ചു. അവൻ വഴിപാട് കഴിച്ചത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സൂവാറിന്റെ മകനായ നെഥനയേലിന്റെ വഴിപാട്. 3-ാം ദിവസം സെബൂലൂന്റെ മക്കളുടെ പ്രഭുവായ ഹേലോന്റെ മകൻ ഏലിയാബ് വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഹേലോന്റെ മകൻ ഏലിയാബിന്റെ വഴിപാട്. 4-ാം ദിവസം രൂബേന്റെ മക്കളുടെ പ്രഭുവായ ഷദേയൂരിന്റെ മകൻ എലീസൂർ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഷെദേയൂരിന്റെ മകൻ
എലീസൂരിൻ്റെ വഴിപാട്. 5-ാം ദിവസം ഷിമിയോന്റെ മക്കളുടെ പ്രഭുവായ സൂരിഷദ്ദായിയുടെ മകൻ ശെലൂമിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സൂരിഷദ്ദായിയുടെ മകൻ ശെലൂമിയേലിൻ്റെ വഴിപാട്. 6-ാം ദിവസം ഗാദിൻ്റെ മക്കളുടെ പ്രഭുവായ ദെയുവേലിൻ്റെ മകൻ എലിയാസാഫ് വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ദെയുവേലിന്റെ മകൻ എലിയാസാഫിന്റെ വഴിപാട്. 7-ാം ദിവസം എഫ്രൈമിന്റെ മക്കളുടെ പ്രഭുവായ അമ്മീഹൂദിന്റെ മകൻ എലീശാമ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് അമ്മീഹൂദിന്റെ മകൻ എലീശാമയുടെ വഴിപാട്. 8-ാം ദിവസം മനേഷയുടെ മക്കളുടെ പ്രഭുവായ പെദാസൂരിന്റെ മകൻ ഗമലിയേൽ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് പെദാസൂരിന്റെ മകൻ ഗമലിയേലിന്റെ വഴിപാട്. 9-ാം ദിവസം ബെന്യാമീന്റെ മക്കളുടെ പ്രഭുവായ ഗിദെയോനിയുടെ മകൻ അബീദാൻ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഗിദെയോനിയുടെ മകൻ അബീദാന്റെ വഴിപാട്. 10-ാം ദിവസം ദാന്റെ മക്കളുടെ പ്രഭുവായ അമ്മീഷദ്ദായിയുടെ മകൻ അഹിയേസർ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് അമ്മീഷദ്ദായിയുടെ മകൻ അഹിയേസറിന്റെ വഴിപാട്. 11-ാം ദിവസം ആശേരിന്റെ മക്കളുടെ പ്രഭുവായ ഒക്രാന്റെ മകൻ
പഗീയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഒക്രാന്റെ മകനായ പഗീയേലിന്റെ വഴിപാട്. 12-ാം ദിവസം നഫ്താലിയുടെ മക്കളുടെ പ്രഭുവായ ഏനാന്റെ മകൻ അഹീര വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഏനാന്റെ മകനായ അഹീരയുടെ വഴിപാട്. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം ഇസ്രയേൽ പ്രഭുക്കന്മാരുടെ പ്രതിഷ്ഠ വഴിപാട് ഇതായിരുന്നു: വെള്ളിത്തളിക 12, വെള്ളിക്കിണ്ണം 12, പൊൻകലശം 12, വെള്ളിത്തളിക ഒന്നിന് തൂക്കം 130 ഷേക്കേൽ, കിണ്ണം ഒന്നിന് 70 ഷേക്കേൽ. ഇങ്ങനെ വെള്ളിപ്പാത്രങ്ങളാകെ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 2400 ഷേക്കേൽ. ധൂപവർഗം നിറഞ്ഞ പൊൻകലശം 12, ഓരോന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 10 ഷേക്കൽ വീതം. കലശങ്ങളുടെ പൊന്ന് ആകെ 120 ഷേക്കേൽ. ഹോമയാഗത്തിനുള്ള 4 കാലകൾ എല്ലാം കൂടി കാളക്കിടാവ് 12, ആട്ടുകൊറ്റൻ 12, 1 വയസ്സു പ്രായമുള്ള കുഞ്ഞാട് 12. അവയുടെ ഭോജനയാഗം പാപയാഗത്തിനായി കോലാട്ടുകൊറ്റൻ 12, സമാധാനയാഗത്തിനായി 4 കാലുകൾ എല്ലാം കൂടി കാള 24, ആട്ടുകൊറ്റൻ 60, കോലാട്ടുകൊറ്റൻ 60, 1 വയസ്സു പ്രായമുള്ള കുഞ്ഞാട് 60. യാഗപീഠത്തെ അഭിഷേകം ചെയ്ത ശേഷം അതിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് ഇതുതന്നെ. മോശ തിരുമുമ്പിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിങ്കിൽ നിന്ന് 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവൻ അവരോട് സംസാരിച്ചു. സങ്കീർത്തനങ്ങൾ 94. പ്രതികാരത്തിൻ്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിൻ്റെ ദൈവമേ, പ്രകാശിക്കണമേ. ഭൂമിയുടെ ന്യായാധിപതിയെ, എഴുന്നേൽക്കണമേ. ദമ്പികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ. യഹോവേ, ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും. അവർ ശകാരിച്ചു ധാർഷ്ട്യം സംസാരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും വമ്പു പറയുന്നു. യഹോവേ, അവർ നിന്റെ ജനത്തെ തകർത്ത് കളയുന്നു, നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും പരദേശിയെയും കൊല്ലുന്നു, അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു. യഹോവ കാണുകയില്ല എന്നും യാക്കോബിൻ്റെ ദൈവം ഗ്രഹിക്കുകയില്ലെന്നും അവർ പറയുന്നു. ജനത്തിൽ മൃഗപ്രായരായവരെ ചിന്തിച്ചുകൊള്ളുവിൻ. ഭോഷന്മാരെ, നിങ്ങൾക്കെപ്പോൾ ബുദ്ധി വരും? ചെവിയെ നട്ടവൻ കേൾക്കയില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കുകയില്ലയോ? അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയില്ലയോ? മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോവ അറിയുന്നു. യഹോവേ, ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തൻ്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും. ദുഷ്കർമ്മികളുടെ നേരെ ആർ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും? നീതികേട് പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്തു നിൽക്കും? യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ, നിന്റെ ദയ എന്നെ താങ്ങി.
എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്താൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യതയുണ്ടാകുമോ? നീതിമാന്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു. കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എൻ്റെ ശരണശൈലമായ എൻ്റെ ദൈവവുമാകുന്നു. അവൻ അവരുടെ നീതികേട് അവരുടെ മേൽ തന്നെ വരുത്തും. അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും. നമ്മുടെ ദൈവമായ യഹോവ അവരെ സംഹരിച്ചു കളയും.